നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ വേഗത കുറയ്ക്കും. അല്ലേ? ശരിയല്ലേ? നാം ഓടുകയാണെന്നിരിക്കട്ടെ, നാം ഓടുമ്പോൾ നമ്മുടെ കരങ്ങളിലൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഓട്ടത്തിന് വേഗത കൂടും. അല്ലേ? കൂടുതൽ ദൂരം സഞ്ചരിക്കുവാൻ കഴിയും. കരങ്ങളിൽ ഭാരമുണ്ടെങ്കിലോ വേഗത കുറയും, ക്ഷീണിക്കും. ആ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിച്ചേരത്തില്ല. പകുതി വഴിക്ക് നാം നിന്നു പോകും. അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വേഗത എങ്ങനെയിരിക്കുന്നു? വചനത്തിൽ നാം കാണുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും. ഒരു ദൈവ പൈതലിൻ്റെ വേഗത കുറയ്ക്കുന്നത് അന്യായമായുള്ള, ആവശ്യമില്ലാതെയുള്ള ഭാരങ്ങളാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്ത പാപമാണ് വേഗത കുറയ്ക്കുന്നത്. നാം ഓട്ടക്കളത്തിലാണല്ലോ. ഹല്ലേലൂയ! ഭാരങ്ങളെ ചുമക്കുന്ന ഒരുവൻ നമുക്കുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ജീവിതത്തിൽ പലപ്പോഴും ഭാരങ്ങൾ വരുമ്പോൾ നാം കർത്താവിനെ പോലും മറന്നുപോകും. നാം അതിനെ മാനേജ് ചെയ്യാൻ ശ്രമിക്കും. അല്ലേ? ഹല്ലേലൂയ! എന്നാൽ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാൻ വേണ്ടിയാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന നിയോഗം. ഹല്ലേലൂയ! സ്തോത്രം! ഹല്ലേലൂയ! നമ്മുടെ വേഗതയെ കുറയ്ക്കുന്ന ഈ സഭയോടുമുള്ള ദൈവത്തിൻ്റെ ആലോചനയായിട്ട് തന്നെ അതിനെ കാണുക. ഹല്ലേലൂയ! വേഗത കുറയ്ക്കുവാൻ ശത്രുവായ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. അന്യായമായ ഭാരങ്ങൾ നമ്മുടെ തലയിലെടുത്ത് വയ്ക്കും. ഹല്ലേലൂയ! നാം അത് ചുമക്കാൻ തുടങ്ങുമ്പോഴാണ് വേഗത കുറയുന്നത്. അതൊന്നും മാറ്റിവെക്കാമോ? സകല ഭാരവും ചുമക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ അവയെ ഏൽപ്പിച്ചിട്ട് അവൻ നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്കൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമോ?